ഈ കേരളത്തോട് വെല്ലുവിളിയല്ലേ വനമന്ത്രി നടത്തുന്നത്. അതൊക്കെ അങ്ങനെ ഉണ്ടാകും. എന്നൊരു മാന്ത്രിക വടിയൊന്നുമില്ല. എല്ലാവരും മാന്ത്രിക വടി ഉണ്ടായിട്ടാണോ ഈ വന്യമൃഗത്തെ എത്രയേക്കാൾ പ്രയോഗിച്ചിട്ടുള്ളത്? അപ്പോൾ ധിക്കാരപരമായിട്ടുള്ള സമീപനവും മറുപടിയും ഒക്കെയാണ് വനം മന്ത്രി ഈ കേരളത്തിലെ ജനങ്ങളോട് വെല്ലുവിളി നടത്തുന്നത്. അത് ശരിയാണോ? അത്തരം നിലപാട് ഈ വനമന്ത്രി തിരുത്തണം. അങ്ങനെ ഒരിക്കലും പാടില്ല. എല്ലാവരും മാന്ത്രിക വടി ഉണ്ടായിട്ടാണോ രാജ്യം ഭരിക്കുന്നത്, ഓരോരോ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്? എന്താ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആ മന്ത്രിയെ തന്നെ ആരെ ഓടിച്ചല്ലോ അല്ലേ? മന്ത്രിക്ക് എന്ത് പറയാനുണ്ട്? അങ്ങനെയൊന്നും ഒരു ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു അധികാരത്തിലെത്തിയിട്ടുള്ള ഒരു മന്ത്രി വെല്ലുവിളിക്കാൻ വേണ്ടി പാടില്ല. നമ്മളൊക്കെ മന്ത്രിയായിട്ടുണ്ട്, MLA ആയിട്ടുണ്ട്. ആ സമയത്തൊന്നും നമ്മൾ ജനങ്ങളോട് ഇങ്ങനെ വെല്ലുവിളിച്ചിട്ടില്ല. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഫെൻസിംഗ് ഒക്കെ നിർമ്മിച്ചിരുന്നല്ലോ. അതൊക്കെ ഈ മന്ത്രി ഈ ഇപ്പോഴത്തെ ജനപ്രതിയോടും ഇപ്പോൾ ഗവൺമെന്റിനോടും ചോദിക്കണം. ഞാനിപ്പോൾ MLA മന്ത്രി അല്ലല്ലോ. അതൊക്കെ നോക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് നമ്മൾ ഫണ്ട് കൊടുക്കാതിരുന്നിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ? RKB പദ്ധതിയിൽ എത്ര പദ്ധതി നടപ്പാക്കി? പിന്നെ വനം വകുപ്പിൻ്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് എത്ര ഫണ്ട് കൊടുത്തു? ഞാൻ MLA എന്ന നിലയ്ക്ക് 2 കോടി രൂപ തന്നെ എൻ്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് മാനന്തവാടി മണ്ഡലത്തിൽ കൊടുത്തു. അതൊക്കെ കണ്ടിന്യൂ ചെയ്യേണ്ടത് ഈ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമല്ലേ? അവരെല്ലാം നടപ്പാക്കേണ്ടത്, അവരെല്ലാം ഇത് പൂർത്തീകരിക്കേണ്ടത്. എന്നിട്ടല്ലാതെ നമ്മുടെ അടുത്ത് മാന്ത്രിക പടിയില്ല, ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാകും എന്നുള്ള രീതിയിൽ പൊതുസമൂഹത്തെ വെല്ലുവിളിക്കുന്ന ഒരു മന്ത്രിയുടെ നിലപാട് ശരിയാണോ? അങ്ങനെയൊക്കെ വെല്ലുവിളിച്ചാൽ ഇങ്ങനെ പ്രതിഷേധം ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. ഒരാളെ ആക്രമിക്കുന്നത് ഇത്രയും സമയം വനംവകുപ്പ് ഒരു നോക്കുകുത്തിയായി നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അതെ, വനം വകുപ്പ് നോക്കുകുത്തിയാവും. കാരണം വനം വകുപ്പ് നോക്കുകുത്തിയാവുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് വനം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആ രീതിയിൽ നിലപാടല്ല സ്വീകരിക്കുന്നത്. വളരെ ലാഘവത്തോട് കൂടിയിട്ടാണ് വകുപ്പ് തന്നെ കൈകാര്യം ചെയ്യുന്ന മന്ത്രി പറയുന്നത്. അപ്പോൾ വകുപ്പിന് ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കേണ്ട മന്ത്രി തന്നെ ഇങ്ങനെ വളരെ ലാഘവ ബുദ്ധിയോട് നിസ്സാരമായിട്ട് ജനങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരും ആ രീതിയിലല്ലേ വിഷയങ്ങൾ ഗൗരവത്തിനെടുക്കത്തുള്ളൂ. ആവശ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേരളം ഭരിച്ചപ്പോഴും ഇപ്പോഴും അന്നും എന്നും ഞങ്ങൾ പറയുന്നത് 1972 അല്ലേ വന്യമൃഗ സംരക്ഷണ നിയമം അന്നത്തെ കേന്ദ്ര ഗവൺമെൻറ് ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നു. ആ നിയമം പുനഃപരിശോധിക്കണമെന്ന് എത്ര ആവർത്തിച്ചാണ് പറയുന്നത്. കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ നിയമസഭ തന്നെ പ്രമേയം പാസ്സാക്കി കേന്ദ്ര ഗവൺമെൻറ്റിന് അയച്ചില്ലേ? ഇന്ന് നമ്മുടെ വയനാടിൻ്റെ MP പ്രിയങ്ക ഗാന്ധിയാണ്. അവരുടെയൊക്കെ മുത്തശ്ശിയുടെ ഭരണകാലത്തല്ലേ അത്ര നിയമം നടപ്പാക്കിയിട്ടുള്ളത്. നമ്മുടെ MP ഇത് സംബന്ധിച്ചൊരു ചെറുവിരൽ പാർലമെൻറ്റിൽ ഉന്നയിക്കാൻ കൂട്ടാക്കുന്നില്ലല്ലോ. അതും ഈ സമൂഹത്തോടുള്ള വെല്ലുവിളിയല്ലേ? ഒരു കൂട്ടാക്കണ്ടേ? ആ 72 വൈൽഡ് ഫാക്ട് ഭേദഗതി ചെയ്യണം നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് പാർലമെൻറ്റിലാണ് ചെയ്യേണ്ടത്, കേരള നിയമസഭയിലല്ല. പക്ഷേ പാർലമെൻറ്റിനെ പ്രതികരിക്കുന്ന വയനാടിൻ്റെ MPക്ക് അത് സംബന്ധിച്ച് കമാന്നൊരക്ഷരം അവർക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല, അവർ മൈൻഡ് ചെയ്യുന്നില്ല. അത് സൂചിപ്പിക്കുന്നത് എന്താ? അതൊരു വെല്ലുവിളിയായിട്ടാണ് പൊതുസമൂഹം കാണുന്നത്. അതുതന്നെയാണ് ഞങ്ങൾക്ക് ഇപ്പോഴും പറയാനുള്ളത്. ആ നിയമം പുനഃപരിശോധിക്കാനും ഭേദഗതി ചെയ്യാനും തയ്യാറാക്കിക്കൊണ്ട് വർദ്ധിച്ചു വരുന്ന വന്യമൃഗത്തിൻ്റെ എണ്ണം ക്രമാതീതമായിട്ട് കുറയ്ക്കാനുള്ള ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിച്ചുകൊണ്ട് മാത്രമേ ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ.